വേടന്റെ ഫാൻ ബേസ് കണ്ട് ഞെട്ടി രാഷ്ട്രീയ ലോകം. റാപ്പർ വേടൻ ചെറിയ മീനല്ലെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു. വനം വകുപ്പിന് മുഖ്യമന്ത്രിയുടെ ശാസന. മലക്കം മറിഞ്ഞ് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. വേടന്റെ രാഷ്ട്രീയ ബോധ്യത്തെ പിന്തുണച്ച് CPIM സെക്രട്ടറിയും ഷാഫി പറമ്പിൽ MP-യും രംഗത്ത്. വനം മന്ത്രിയുടെ വിമർശനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി. വേടനെ ആലിംഗനം ചെയ്യാൻ കുഞ്ഞു ആരാധകർ തൊട്ട് പുരോഹിതർ വരെ. റാപ്പർ വേടൻ ഒരു ചെറിയ മീനല്ലെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടു. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനിടെ പിടിക്കപ്പെട്ട വേടനെ പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ അറസ്റ്റ് ചെയ്തത് വലിയ തോതിൽ ജനരോഷത്തിനിടയാക്കി. സോഷ്യൽ മീഡിയയിൽ വേടന്റെ സംഗീതത്തെ ഫോളോ ചെയ്യുന്നവരും ഇടതുപക്ഷ ചിന്താഗതിക്കാരായവരും ദളിത് ആക്ടിവിസ്റ്റുകളുമെല്ലാം വേടനെതിരായ സർക്കാരിന്റെ കാട്ടുനീതിക്കെതിരെ രംഗത്തിറങ്ങിയപ്പോൾ സർക്കാർ ശരിക്കും വിറച്ചു. വേടൻ വെറും റാപ്പർ മാത്രമല്ലെന്നും അടിച്ചമർത്തപ്പെട്ടവരുടെയും കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെയും പുതിയ കാലത്തിന്റെ ഏറ്റവും ശക്തനായ പ്രതിനിധിയാണെന്ന് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ കഴിയും വിധം വേടനിന്ന് ഫാൻ ബേസ് ഉണ്ട്. അവർ വെറും സംഗീതപ്രേമികൾ മാത്രമല്ലെന്നും വേടന്റെ വരികളിലെ രാഷ്ട്രീയത്തെ നെഞ്ചേറ്റുന്നവരാണെന്നതാണ് യാഥാർത്ഥ്യം. പുലിപ്പല്ല് കഴുത്തിലണിഞ്ഞതിന് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തി റാപ്പർ വേടനെതിരെ അസാധാരണ നീക്കം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ രംഗത്ത് വന്നത് ഈ സാഹചര്യത്തിലാണ്. വേടനെതിരായ പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന് അവധാനതയുണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ വേടന്റെ അറസ്റ്റിനിടയാക്കിയ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ ബോധമുള്ള ഒരു യുവതയുടെ പ്രതിനിധി എന്ന നിലയിൽ ഏറെ പ്രതീക്ഷയുള്ള കലാകാരനാണ് വേടനെന്നും വനം മന്ത്രി പ്രശംസിച്ചു. വേടന് കോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെയാണ് വേടനെ പുകഴ്ത്തി മന്ത്രി രംഗത്ത് വന്നത്. അപൂർവമായ ഒരു സംഭവം എന്ന നിലയിൽ കേസിനെ പെരുപ്പിച്ച് കാണിക്കാനിടയാക്കിയ കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടിയിട്ടുണ്ട്. അറസ്റ്റിനിടയാക്കിയ സാഹചര്യങ്ങൾ തിരുത്തി അയാൾ തിരിച്ചു വരേണ്ടതുണ്ട്. അതിനായി സാമൂഹികവും സാംസ്കാരികവുമായ പിന്തുണയുമായി വനം വകുപ്പും വേടന്റെ ഒപ്പം ഉണ്ടാകുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. വേടൻ പാവപ്പെട്ടവരുടെ പ്രതിനിധിയാണെന്നും അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അപ്രസക്തമാക്കാനുള്ള നീക്കങ്ങളെ എതിർക്കുമെന്നും CPIM സെക്രട്ടറി M.V. ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കിയപ്പോൾ വേടൻ പറയുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ആയുധമായി ലഹരി കേസിനെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിൽ MP-യും പറഞ്ഞു. വേടനെ ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ മത്സരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത്. എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്ന നീതിയും ന്യായവുമല്ല വേടന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. വേടന്റെ ലഹരിയുടെ ഉപയോഗത്തെ പിന്തുണയ്ക്കാൻ കഴിയില്ല. എന്നാൽ വേടനെ പോലുള്ളവരെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടുകയല്ല ലഹരിക്കെതിരായ പോരാട്ടം എന്ന് സർക്കാർ തിരിച്ചറിയണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. റാപ്പർ വേടന് പിന്തുണ അറിയിച്ച മലങ്കര യാക്കോബായ സുറിയാനി സഭ നിരണം ഭദ്രാസനം മുൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസും രംഗത്തു വന്നു. തനിക്ക് വേടനെ കാണണമെന്നും ആലിംഗനം ചെയ്യണമെന്നും ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. ലഹരിയുടെ സ്വാധീനം അല്പമെങ്കിലും വേടനിലുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ തന്നാൽ കഴിയുന്ന രീതിയിൽ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹമെന്നും കേരളത്തിന്റെ ബോബ് മാർലി ആരോഗ്യവാനായി ഇനിയും കേരളത്തിന്റെ റീഗേ സംഗീത വിപ്ലവം അനസ്യൂതം തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ഗീവർഗീസ് കൂറിലോസിന്റെ പ്രതികരണം. അത്രമേൽ ഇഷ്ടമാണ് വേടനെ, വേടന്റെ പാട്ടുകളെ, അവയുടെ രാഷ്ട്രീയത്തെ. എത്ര നല്ല സന്ദേശമാണ് വേടൻ ഇന്ന് സമൂഹത്തിന് നൽകിയത്. തനിക്ക് തെറ്റുപറ്റി, പുകവലിയും മദ്യപാനവും നല്ല ശീലമല്ല, ഞാൻ തിരുത്തും എന്ന പ്രസ്താവന വേടനോടുള്ള ഇഷ്ടം 1000 ഇരട്ടി കൂട്ടുന്നു. ജാമ്യം കിട്ടിയതിൽ ഏറെ സന്തോഷിക്കുന്നു. മാനുഷിക മുഖം പണ്ടേ നഷ്ടപ്പെട്ട ഒരു വനം വകുപ്പ്. നമ്മുടെ കേരളം ഒട്ടും പുരോഗമനപരമല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ലഹരി പൂർണ്ണമായും ഉപേക്ഷിച്ച് ശക്തമായി മടങ്ങി വരിക. പ്രിയപ്പെട്ട അനിയന്റെ ചടുല സംഗീതത്തെക്കാൾ വലിയ ലഹരി വേറെ എന്തുണ്ട്? സീസർ കാഷിയസിനെ കുറിച്ച് പറയുന്നുണ്ട്, അയാളിൽ സംഗീതമില്ല, അതുകൊണ്ട് അപകടകാരിയായിരിക്കും. എന്നാൽ നമ്മുടെ മേലാളന്മാർ ചിന്തിക്കുന്നത് തിരിച്ചാണ്. വേടനിൽ സംഗീതമുണ്ട്, അതുകൊണ്ട് അപകടകാരിയാണ്, അവനെ ഇല്ലാതാക്കണം. നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ കലാ സാംസ്കാരിക ശക്തി കേന്ദ്രങ്ങൾ ഇന്ന് വേടനെ ഭയക്കുന്നു. കാരണം വേടൻ പാടുന്നതും പറയുന്നതും ഇവർ എല്ലാം ഉപേക്ഷിച്ച അടിത്തട്ട് വിപ്ലവമാണെന്ന് ഗീവർഗീസ് കൂറിലോസ് പറഞ്ഞു. സവർണ മേധാവിത്വത്തെ വെല്ലുവിളിക്കുന്ന ബാബാ സാഹിബ് അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും തുടങ്ങിവെച്ച സാമൂഹിക ജനാധിപത്യ വിപ്ലവം വേടനിലൂടെ തുടരുകയാണ്. പല്ല് മാത്രമല്ല നഖവുമുള്ള ഈ അടിത്തട്ട് രാഷ്ട്രീയം വേടൻ ഇനിയും പാടുക, പറയുക. അധികം വൈകാതെ നേരിട്ട് കാണണം എന്ന ആഗ്രഹത്തോടെ ജയ് ഭീം.
ക്രൈസ്തവ പുരോഹിതനായ ഗീവർഗീസ് കുറിലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കഞ്ചാവ് വലിച്ചുവെന്ന കുറ്റസമ്മതം നടത്തിയ വേടൻ താൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും നല്ല മനുഷ്യനായി തിരിച്ചുവരുമെന്നും മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിലെ പ്രമുഖർ ഓടിയൊളിക്കുകയും നിയമത്തെ വെല്ലുവിളിക്കുകയും ചെയ്തപ്പോൾ വേടൻ തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ അന്തസ്സോടെ തലയെടുപ്പോടെ മാധ്യമങ്ങളെ നേരിട്ടുവെന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തി. ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ എന്ന പുതിയ പാട്ടിന്റെ ടീസർ പുറത്തിറക്കിയാണ് വേടൻ തന്റെ ആരാധകർക്ക് പ്രതീക്ഷ നൽകിയത്.